വെളിയിൽ പ്രിയങ്കയും മുത്തശ്ശിയും വന്നിട്ടുണ്ട്. അന്ന് വരുണിനെ നാണം കെടുത്താൻ വന്നതുപോലെ മുത്തശ്ശിയെ നാണം കെടുത്താൻ വന്ന വരവാണെന്ന് ഒരു സംശയവുമില്ല. മുത്തശ്ശി നല്ല ഉറക്ക. ഒരു കാരണവശാലും അവരെ മുത്തശ്ശി കാണാൻ പാടില്ല. അമ്മ വന്നേ. ഞാൻ ഈ സോന. ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഗൈസ്, നിങ്ങൾ കേട്ടില്ലേ ഇവന്റെ ആഗ്രഹം? സാറേ, അവരോട് വണ്ടി എടുക്കാൻ പറ. കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ളതുകൊണ്ട് അതിനുള്ള നിന്റെ കൂലിയുണ്ട്. അതെ, ഇത് സോനയാ. വണ്ടി ഓടിക്കാൻ തോന്നിയാ ഓടിക്കും, ഇടിക്കാൻ തോന്നിയാ ഇടിക്കും. തടഞ്ഞു നിർത്താനോ ചോദ്യം ചെയ്യാനോ ഒരുത്തനും ആയിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? യു നോബി, കൊല്ലടാ ഇവനെ. എന്താടാ തല്ലാൻ ധൈര്യമുള്ളവർക്ക് തല്ലാം. പക്ഷേ എന്നെ തല്ലി വീഴ്ത്തിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതിനാർക്കെങ്കിലും ധൈര്യം ഉണ്ടോടാ? ഡാ, ഉണ്ടെന്ന്. ചേട്ടാ, കുട്ടിയെ വണ്ടി കയറ്റ്. ഇവര് പറയുന്ന ഹോസ്പിറ്റലിൽ കുട്ടി കൊണ്ടുപോകണം, ട്രീറ്റ്മെന്റ് കൊടുക്കണം. മനസ്സിലായല്ലോ? നോബി, കം. അവിടെ നിൽക്കേ. ഈ കുട്ടിയെ കൊണ്ടുപോയി തിരിച്ചു വരുന്നത് വരെ നിന്റെ കൂട്ടുകാരെ ഈ നിൽക്കുന്ന ചേട്ടന്മാരെ നോക്കിക്കോളും. എന്താ ഏട്ടാ? കൊണ്ടുപോകുന്നതിനിടയിൽ കുഞ്ഞിനോടോ കൂടെയുള്ളവരോടോ ഏതെങ്കിലും രീതിയിൽ അപമര്യാദയിട്ട് പെരുമാറിയുണ്ടല്ലോ, ഈ നിൽക്കുന്നവരുണ്ടല്ലോ, അനുഭവിക്കും. മോള് വണ്ടിയിട്. എടുക്ക് മോളെ. നിനക്കെന്നെ ശരിക്കും അറിയില്ല. സോനയെ കണ്ടുമുട്ടി ഏറ്റുമുട്ടിയവരെല്ലാം സോനയോട് തോറ്റിട്ടേ ഉള്ളൂ. ഇപ്പൊ നീ ചെറുതായിട്ടൊന്ന് ജയിച്ചു. നിന്റെ തോൽവികളുടെ യഥാർത്ഥ തുടക്കം. സൂക്ഷിച്ച് സൂക്ഷിച്ച്. അണ്ണന്മാരോട് നിൽക്കുന്നുണ്ട്.
കൂട്ടുകാരി വരുന്നത് വരെ അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നേക്കണം. എന്നിട്ട് കൂട്ടുകാരി വന്ന് തിരിച്ചു പോകുമ്പോൾ കൂട്ടുകാരൊന്ന് ഉപദേശിക്കണം. എന്താ പറയണ്ടെന്നറിയോ? അറിയോ? അനാവശ്യമായിട്ട് നാട്ടുകാരുടെ മെക്കിട്ട് കയറാൻ നിൽക്കരുതെന്ന്. കയറിയോ തടി കേടാവുന്നു. അതെ, പഴയ കാലം മുതലേ പറയുന്നതാ. ഏത് കാലത്തിനും പറ്റിയ സംഭവം തന്നെയാ അത്. അപ്പോ പോട്ടെ മക്കളെ, പോട്ടടാ. എടാ നോക്കണേ. സോനയോട് അവൻ കളിച്ചത്. സോന അവനെ കളി പഠിപ്പിക്കും. വാ മോളെ, എന്താ അമ്മ? ദേ, വെളിയിൽ പ്രിയങ്കയും മുത്തശ്ശിയും വന്നിട്ടുണ്ട്. അന്ന് വരുണിനെ നാണം കെടുത്താൻ വന്നതുപോലെ മുത്തശ്ശിയെ നാണം കെടുത്താൻ വന്ന വരവാണെന്ന് ഒരു സംശയവുമില്ല. മുത്തശ്ശി നല്ല ഉറക്ക. ഒരു കാരണവശാലും അവരെ മുത്തശ്ശി കാണാൻ പാടില്ല. അമ്മ വന്നേ. മോളെ, മോള് പ്രിയങ്കേ, നമ്മള് കരുതുന്നത് പോലെ പേടിച്ചൊളിച്ചൊന്നുമല്ല. അകത്തുനിന്ന് ആളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. പക്ഷേ അകത്തുള്ളവര് മുഴുവനും വന്നില്ലല്ലോ മുത്തശ്ശി. എല്ലാരും കൂടി വന്നാലല്ലേ അതിലൊരു രസമുള്ളൂ. ബുദ്ധിമുട്ട് ഇത്രയും ദൂരം വരാങ്കിലേ പിന്നെ കേറി കാണാൻ എന്താടി ബുദ്ധിമുട്ട്?